കൃത്യമായ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഒരു യാത്ര പോവുക കുറച്ച് റിസ്ക്കാണ്, എന്നാലും അതിലൊരു കൗതുകമുണ്ട്. പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ട്രെയിനിലോ ബസ്സിലോ ഒന്നും റിസർവേഷൻ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ വരെ ട്രെയിനിലും ഷൊർണൂരിൽ നിന്ന് അങ്ങോട്ട് ബസ്സിലും യാത്ര തിരിച്ചു. എങ്ങോട്ടേക്കാണെന്നല്ലേ? ആറന്മുള വള്ളസദ്യ കൂടാൻ. കുറേ ആയി ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ റീലുകൾ കണ്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ സാഹചര്യവും സന്ദർഭവും ഒത്തു വരണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. ചങ്ങനാശ്ശേരി വലിയൊരു സാംസ്കാരിക ഘോഷയാത്ര ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. കേരളത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളെയും ജാതി മത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമായൊരു ഘോഷയാത്ര. രാവിലെ 5:30 മണിക്ക് തുടങ്ങിയ യാത്ര അവസാനിച്ചത് വൈകിട്ട് 6 മണിക്ക്. 12 മണിക്കൂർ. ചെറിയ ദൂരമല്ല, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴഞ്ചേരി പാർക്ക് റെസിഡൻസിയിൽ റൂം എടുത്തു. രാത്രി സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പത്തനംതിട്ടയിലും ഒരു ഫാമിലിയായി. ഇന്ദുമിസിൻ്റെ ഫാമിലിയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നു. പിള്ളേരുടെ കൂടെയൊക്കെ ചിരിച്ചും കളിച്ചും സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ എല്ലാവരും കൂടെയാണ് അമ്പലത്തിലേക്ക് പോയത്. ഇതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാർത്ഥസാരഥി അഥവാ കൃഷ്ണൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 5-6 കല്യാണങ്ങളും ഒരുപാട് വള്ളസദ്യകളും ഇന്ന് നടക്കുന്നുണ്ട്. വള്ളക്കാരെ സ്വീകരിക്കാനുള്ള നിറപറയും താലവുമാണ് നമ്മൾ കാണുന്നത്. ഓരോ നിറപറയുടെ മുകളിലും അവരുടെ കരയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. 52 കരകളിലെ വള്ളങ്ങളെയാണ് വള്ളസദ്യക്കായി ക്ഷണിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു വള്ളത്തിനെ നേർച്ചയുടെ ഭാഗമായി ക്ഷണിക്കും. ആ ക്ഷണിച്ച വള്ളത്തിനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്ഷേത്ര കടവിലെത്തുന്ന വള്ളങ്ങളെ ക്ഷേത്ര അധികാരികളോ വഴിപാടുകാരനോ അഷ്ടമംഗല്യവും വാദ്യമേളങ്ങളും താലപ്പൊലിയും ഉപയോഗിച്ച് സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു. രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ടാണ് ആറന്മുളയിൽ പാടുന്നത്. നമുക്കിന്ന് മേലുകര വള്ളത്തിൻ്റെ ക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്. മേലുകര വള്ളത്തിനെ സ്വീകരിക്കുന്ന ചടങ്ങാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പ്രദക്ഷിണവും മറ്റു ചടങ്ങുകളും കഴിഞ്ഞ് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടുകൂടി തന്നെയാണ് ഊട്ടുപുരയിലേക്ക് പോകുന്നത്. ആറന്മുള വള്ളസദ്യയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് വിഭവങ്ങൾ. 64ഓളം വിഭവങ്ങൾ ഈ സദ്യയിലുണ്ട്. 4 കൂട്ടം പായസവും 3 കൂട്ടം പപ്പടവും അടക്കം 64 വിഭവങ്ങൾ. ഇതിൽ 20 വിഭവങ്ങൾ വള്ളക്കാർ വഞ്ചിപ്പാട്ട് പാടി വാങ്ങുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഒരു അനുഭവത്തിനായി ആറന്മുളയിലെത്തിയത് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. അത്രയും വേറിട്ടൊരനുഭവം തന്നെയായിരുന്നു ഈ ഒരു ആറന്മുള യാത്ര. കുറച്ചധികം വിശേഷങ്ങൾ കൂടെയുണ്ട്. തൽക്കാലം ഇത്രമാത്രം.